എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടാകും. എന്തുകൊണ്ടാണ് എനിക്ക് എല്ലാം തടസ്സപ്പെടുന്നത് എന്ന്? എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ ശരിയായി നടക്കാത്തതുപോലെ തോന്നും. ചിലപ്പോൾ പണം വരും, പക്ഷേ നിലനിൽക്കില്ല. ചിലപ്പോൾ മനസ്സിന് ഒരു ശാന്തിയും ഇല്ലാതെ പോകും. വീട്ടിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറും. ഇതെല്ലാം സാധാരണ സംഭവങ്ങളാണെന്ന് നമ്മൾ കരുതുമ്പോഴും പല ആത്മീയ ശാസ്ത്രങ്ങളും പറയുന്നത് ഇതിൻ്റെ പിന്നിൽ പലപ്പോഴും കാണാൻ കഴിയാത്ത ഒരു കാരണമുണ്ടെന്നാണ്. അതാണ് നെഗറ്റീവ് ഊർജം എന്ന ആശയം. നമ്മൾ ദിവസവും ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ആളുകൾ, നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, നമ്മൾ അനുഭവിക്കുന്ന വികാരങ്ങൾ, ഇതെല്ലാം നമ്മുടെ ചുറ്റും ഒരു ഊർജമായി രൂപപ്പെടുന്നു. സന്തോഷം, സ്നേഹം, ആത്മവിശ്വാസം എന്നിവ പോസിറ്റീവ് ഊർജം സൃഷ്ടിക്കുമ്പോൾ ഭയം, വിഷമം, അസൂയ, ദുഃഖം എന്നിവ നെഗറ്റീവ് ഊർജമായി മാറുന്നു. ഈ നെഗറ്റീവ് ഊർജം നമ്മുടെ ജീവിതത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ തീരുമാനങ്ങളെ പോലും ബാധിക്കാം. നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ ഭാഗ്യം പോലും മങ്ങിയതായി തോന്നാം. ഇതാണ് ഈ ചെറിയ ഒരു കർമ്മം കൊണ്ട് മാറ്റാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നത്. വളരെ ലളിതമായ ഒരു രീതിയാണിത്. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള ആത്മീയ ആശയം വളരെ ആഴത്തിലുള്ളതാണ്. ഇത് ചെയ്യാൻ വലിയ ചിലവോ പ്രത്യേക അറിവോ ഒന്നും വേണ്ട. നിങ്ങളുടെ വിശ്വാസവും മനസ്സിൻ്റെ ശുദ്ധിയും മാത്രം മതി. ഈ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വെള്ളമാണ്. വെള്ളം ഒരു സാധാരണ വസ്തുവാണെന്ന് നമ്മൾ കരുതുമ്പോഴും അത് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ഒരു ഊർജവാഹകനാണ്. ശാസ്ത്രപരമായി പോലും വെള്ളം ചുറ്റുപാടിലെ വൈബ്രേഷനുകൾ ഏറ്റെടുക്കാൻ കഴിവുള്ളതാണ് എന്ന് പറയപ്പെടുന്നു. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് അനുഭവിക്കുന്നു, അതെല്ലാം വെള്ളം ആഗിരണം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഈ രീതിയിൽ വെള്ളം ഉപയോഗിക്കുന്നത്. ഈ ഒരു കർമ്മം നിർവഹിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായത് വളരെ ലളിതമായ ഒരു വസ്തു മാത്രമാണ്, ഒരു ഗ്ലാസ്. എന്നാൽ ആ ഗ്ലാസ് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ലത് ഒരു വൃത്തിയുള്ള ചില്ല് ഗ്ലാസ് ആണ്. കാരണം ചില്ല് എന്നത് ശുദ്ധമായ ഒരു വസ്തുവാണ്. അത് ഊർജം എളുപ്പത്തിൽ കൈമാറാൻ സഹായിക്കുന്നു എന്ന് ആത്മീയമായി വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ നിങ്ങൾക്ക് ചില്ല് ഗ്ലാസ് ലഭ്യമല്ലെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ ചെമ്പ് ഗ്ലാസ് ഉപയോഗിക്കാം. എന്നാൽ ഒരു കാര്യം മാത്രം ഉറപ്പാക്കണം: പ്ലാസ്റ്റിക് ഗ്ലാസ് ഉപയോഗിക്കരുത്. പ്ലാസ്റ്റിക് ഒരു ജഡമായ വസ്തുവാണ്. അത് ഊർജത്തെ ശരിയായി കൈമാറാൻ കഴിയില്ല എന്നാണ് വിശ്വാസം. അടുത്തതായി വരുന്ന പ്രധാന ഘടകം വെള്ളമാണ്. ഏറ്റവും ഉത്തമം കിണർ വെള്ളം ഉപയോഗിക്കുകയാണ്. കാരണം അത് പ്രകൃതിയോട് ഏറ്റവും അടുത്തതാണ്. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാവർക്കും കിണർ വെള്ളം ലഭ്യമാവണമെന്നില്ല. അങ്ങനെയായാൽ പൈപ്പ് വെള്ളം ഉപയോഗിക്കാം. അതും ലഭ്യമല്ലെങ്കിൽ പുതിയ കുപ്പിവെള്ളം ഉപയോഗിക്കാം. എന്നാൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം: പഴകിയ വെള്ളം ഉപയോഗിക്കരുത്. പുതിയതും ശുദ്ധവുമായ വെള്ളമായിരിക്കണം. ഇത് ചെയ്യേണ്ട സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. ദിവസത്തിൽ ഏത് സമയത്തും ഇത് ചെയ്യാം എന്ന് തോന്നാമെങ്കിലും ഈ കർമ്മത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പാണ്. കാരണം ആ സമയത്ത് നമ്മുടെ മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കും. ദിവസത്തിലെ എല്ലാ ചിന്തകളും അവസാനിച്ച് നമ്മൾ വിശ്രമത്തിനായി തയ്യാറാകുന്ന സമയമാണത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയും ചിന്തകളും കൂടുതൽ ശക്തിയുള്ളതായിരിക്കും. രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ആദ്യം ആ ഗ്ലാസ് എടുത്ത് വൃത്തിയായി കഴുകുക. അതിനുശേഷം അതിൽ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറയ്ക്കുമ്പോൾ അതിനെ ഒരു സാധാരണ പ്രവൃത്തിയായി കാണാതെ മനസ്സറിഞ്ഞ് ചെയ്യണം. ആ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണം. കുറച്ച് സെക്കൻഡ് കണ്ണുകൾ അടച്ചു നിൽക്കാം. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ സ്മരിക്കുക. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമായാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീയമായി ശാന്തി നൽകുന്ന എന്തെങ്കിലും ശക്തിയെ മനസ്സിൽ ചിന്തിച്ചാലും മതി. അതിനുശേഷം വളരെ സത്യസന്ധമായി ഒരു പ്രാർത്ഥന പറയണം: എന്നിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും ഈ ജലം ഏറ്റെടുക്കട്ടെ എന്ന്.
ഇത് വെറും വാക്കുകളായി പറയാതെ മനസ്സിൽ നിന്നും അനുഭവിച്ച് പറയണം. ആ നിമിഷത്തിൽ നിങ്ങൾക്കുള്ള എല്ലാ വിഷമങ്ങളും ഭയങ്ങളും ആശങ്കകളും ഈ വെള്ളത്തിലേക്ക് ഒഴുകിപ്പോകുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കുക. ഈ പ്രാർത്ഥനയുടെ ശേഷമാണ് ആ ഗ്ലാസ് വെള്ളം നിങ്ങൾ ഉറങ്ങുന്ന മുറിയിൽ വെക്കേണ്ടത്. അത് വെക്കാനുള്ള സ്ഥലവും പ്രധാനമാണ്. നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിടത്ത് വെക്കാം. ടീപ്പോയിലോ അല്ലെങ്കിൽ മേശപ്പുറത്തോ അല്ലെങ്കിൽ കട്ടിലിനടിയിലോ. എന്നാൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ആ ഗ്ലാസ് മൂടരുത്. അതിന് മുകളിൽ ഒരു പ്ലേറ്റ് വെക്കരുത്. അത് തുറന്ന നിലയിൽ തന്നെ ഇരിക്കണം. ഈ മുഴുവൻ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ വിശ്വാസവും ശ്രദ്ധയുമാണ്. നിങ്ങൾ ഇത് വെറും പരീക്ഷണമായി ചെയ്യുമ്പോൾ ഒരു ഫലം ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വസിച്ച് മനസ്സറിഞ്ഞ് മനസ്സോടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങും. രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ ഈ വെള്ളം നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജങ്ങളെ ആകർഷിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ അത് നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള ഭാരവും കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ചിലർ ഈ രീതിയെ തുടർച്ചയായി ചെയ്യുമ്പോൾ അവരുടെ ഉറക്കം മെച്ചപ്പെടുന്നു എന്നും മനസ്സ് കൂടുതൽ ശാന്തമാകുന്നു എന്നും പറയുന്നത്. ഇതൊരു അത്ഭുതമല്ല, മറിച്ചൊരു ശീലമാണ്. എന്നാൽ ആ ശീലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങും. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് സന്തോഷം നൽകാൻ തുടങ്ങും. അതാണ് ഈ രീതിയുടെ യഥാർത്ഥ ശക്തി. രാത്രിയിൽ ഈ കർമ്മം ചെയ്ത ശേഷം അതിൻ്റെ അടുത്ത ഘട്ടമാണ് രാവിലെ ചെയ്യേണ്ടത്. ഇത് വളരെ ലളിതമായ ഒരു ഘട്ടമാണ്, എന്നാൽ അതിൻ്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ വച്ചിരുന്ന ആ ഗ്ലാസ് വെള്ളം ശ്രദ്ധിക്കണം. അതൊരു സാധാരണ നോക്കലല്ല, കുറച്ച് നിമിഷങ്ങൾ എടുത്ത് ശ്രദ്ധിച്ച് നോക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ആ വെള്ളത്തിൽ ചെറിയ കുമിളകൾ കാണാൻ കഴിയും. ചിലപ്പോൾ അതിൻ്റെ നിറത്തിൽ ചെറിയ മാറ്റങ്ങൾ തോന്നാം. ചിലപ്പോൾ ഒന്നും വ്യത്യാസമില്ലാത്തതുപോലെ തോന്നാം. എന്നാൽ ഈ ആത്മീയമായി ഇതിന് ഒരു വ്യാഖ്യാനം നൽകപ്പെടുന്നു. വെള്ളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടായിരുന്ന നെഗറ്റീവ് ഊർജങ്ങൾ ആ വെള്ളം ഏറ്റെടുത്തു എന്നതിന് ഒരു സൂചനയായി കാണപ്പെടുന്നു. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയാനാകില്ല. എന്നാൽ പലരും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഇത് വിശ്വസിക്കുന്നു. ചിലർ പറയുന്നത് ഈ രീതിയെ തുടർച്ചയായി ചെയ്യുമ്പോൾ അവർക്കുണ്ടായിരുന്ന മാനസിക സമ്മർദ്ദം കുറയുന്നുവെന്നും അവരുടെ ചിന്തകൾ കൂടുതൽ വ്യക്തമായി മാറുന്നുവെന്നും ആണ്. ഇതൊരു പ്ലാസിബോ എഫക്റ്റ് ആകാമെങ്കിലും അതിൻ്റെ ഫലം അവരുടെ ജീവിതത്തിൽ നല്ലതാണ് എന്നത് സത്യമാണ്. ഈ വെള്ളം ശ്രദ്ധിച്ച ശേഷം അത് എന്ത് ചെയ്യണം എന്നതാണ് അടുത്ത ചോദ്യം. ഈ വെള്ളം ഒരു സാധാരണ വെള്ളമല്ല എന്ന് കരുതപ്പെടുന്നതിനാൽ അത് ഉപയോഗിക്കരുത്. കൈ കഴുകാനോ കുടിക്കാനോ വീട്ടിലെ മറ്റു ആവശ്യങ്ങൾക്കോ ഇത് ഉപയോഗിക്കരുത്. കാരണം ഇത് നെഗറ്റീവ് ഊർജം ഉൾക്കൊണ്ടതായി കരുതുന്നു. അതുകൊണ്ട് ഈ വെള്ളം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സിങ്കിലോ മുറ്റത്തോ ഒഴുക്കി കളയുന്നതാണ്. എന്നാൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ വേണം. ഇത് തുളസിച്ചെടിയുടെയോ മറ്റു പവിത്രമായ ചെടികളുടെയോ ചുവട്ടിൽ ഒഴിക്കരുത്. കാരണം അവയെ ആത്മീയമായി ശുദ്ധമായവയാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം അവിടെ ഒഴിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മുഴുവൻ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തുടർച്ച. അതായത് നിങ്ങൾ ഇത് ഒരു ദിവസം ചെയ്താൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ ഇതൊരു ശീലമായി മാറ്റുമ്പോൾ അതിൻ്റെ ഫലം കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ രീതിയിൽ 21 ദിവസം തുടർച്ചയായി ചെയ്യാൻ പറയുന്നത്. 21 ദിവസം എന്നത് ഒരു പ്രത്യേക സംഖ്യയാണ്. പല ആത്മീയ രീതികളിലും ഇത് ഒരു മാറ്റത്തിൻ്റെ ചക്രമായി കാണപ്പെടുന്നു. ഒരു പുതിയ ശീലം രൂപപ്പെടാൻ ശരാശരി 21 ദിവസം വേണ്ടതാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ഈ രീതിയും 21 ദിവസം തുടർച്ചയായി ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും ഒരു മാറ്റം സൃഷ്ടിക്കാൻ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ 21 ദിവസത്തിനിടെ നിങ്ങൾക്ക് ചില ചെറിയ മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. ആദ്യം നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടാം. നിങ്ങൾക്ക് കൂടുതൽ ശാന്തമായ മനസ്സോടെ ദിവസങ്ങൾ ആരംഭിക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ പോസിറ്റീവായി മാറും. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളെപ്പോലും കൈകാര്യം ചെയ്യാൻ സഹായിക്കും.
സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ ഇവയെല്ലാം ഒരു ദിവസം കൊണ്ട് മാറില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സ് മാറുമ്പോൾ നിങ്ങൾ അവയെ കാണുന്ന രീതിയും മാറും. നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് ഈ രീതിയുടെ യഥാർത്ഥ ഗുണം. സ്ത്രീകൾക്ക് ഈ രീതിയെക്കുറിച്ച് ഒരു സംശയം ഉണ്ടാകാറുണ്ട്. ആർത്തവ സമയത്ത് ഇത് ചെയ്യാമോ എന്ന്. ഈ രീതിയിൽ പറയുന്നത് ആ സമയത്തും ഇത് ചെയ്യാമെന്നാണ്. എന്നാൽ നിങ്ങൾക്ക് ആത്മീയമായി മാത്രം ചിന്തിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് മാത്രം ഈ ഒരു കർമ്മം നിർവഹിക്കുക. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മൾ പുറത്തുള്ള കാരണങ്ങൾ അന്വേഷിക്കാറുണ്ട്. അവൻ കാരണം, സാഹചര്യം കാരണം, ഭാഗ്യമില്ലാത്തതുകൊണ്ട് എന്നിങ്ങനെ. എന്നാൽ പലപ്പോഴും നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ് എന്നത്, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. ഒരാൾ ഉള്ളിൽ ശാന്തനാണെങ്കിൽ പുറത്തുള്ള പ്രശ്നങ്ങൾ പോലും ചെറിയതായി തോന്നും. പക്ഷെ ഉള്ളിൽ കലഹമുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടുകളായി മാറും. ഇതാണ് ഈ ചെറിയൊരു ശീലം മാറ്റാൻ സഹായിക്കുന്നത്. നിങ്ങൾ ഓരോ രാത്രി ഈ ഗ്ലാസ് വെള്ളം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ മനസ്സിനെ റീസെറ്റ് ചെയ്യുകയാണ്. ഒരു ദിവസത്തെ മുഴുവൻ ഭാരം ആ വെള്ളത്തിലേക്ക് വിടുകയാണ്. ഇതൊരു മാനസിക ശുദ്ധീകരണമാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു ക്ലെൻസിങ് പ്രോസസ്സ്. ഇത് ചെയ്യുമ്പോൾ ചിലർക്ക് ആദ്യം വലിയ മാറ്റമൊന്നും തോന്നാതിരിക്കും. അത് വളരെ സാധാരണമാണ്. കാരണം നമ്മൾ ഒരു ദിവസം കൊണ്ട് മാറുന്നവരല്ല. നമ്മുടെ ചിന്തകളും ശീലങ്ങളും വർഷങ്ങളായി രൂപപ്പെട്ടതാണ്. അതിനാൽ അവ മാറ്റാൻ സമയം വേണ്ടതും സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 3-4 ദിവസങ്ങൾക്ക് ശേഷം തന്നെ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് മുമ്പേ പോലെ അത്രയും ടെൻഷൻ ഉണ്ടാകില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയും. ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഡിസ്റ്റർബ് ആകാതെ പോകും. ഇത് വളരെ സബ്റ്റിലായിട്ടുള്ള, അതായത് ചെറിയ മാറ്റങ്ങളാണ്. എന്നാൽ ഇവയാണ് വലിയ മാറ്റങ്ങളുടെ തുടക്കം. ഇതൊരു റിച്വലായി മാത്രം കാണാതെ ഒരു സെൽഫ് കണക്ഷൻ പ്രോസസ്സായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ദിവസവും ഈ സമയമെടുത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുകയാണ്. എനിക്ക് എന്താണ് വിഷമം, എനിക്ക് എന്താണ് പേടി, എനിക്ക് എന്താണ് ആഗ്രഹം എന്നിങ്ങനെ നിങ്ങളോട് നിങ്ങൾ സംസാരിക്കുന്ന സമയം. ഈ പ്രക്രിയയിൽ ഒരു പ്രധാന കാര്യം കൂടി ചേർക്കാം. നിങ്ങൾ വെള്ളം നിറയ്ക്കുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് കൂടി ഉൾപ്പെടുത്തുക. ഇന്ന് എനിക്ക് ലഭിച്ച എല്ലാത്തിനും നന്ദി എന്ന് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ശക്തമായ പോസിറ്റീവ് ഊർജമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ആകർഷിക്കാൻ സഹായിക്കും. ചിലർ പറയാറുണ്ട്, ഞാൻ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമെന്ന്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ചെറിയ നല്ല കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും. അത് കണ്ടെത്തി നന്ദി പറയുക. അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ തുടങ്ങും. ഈ രീതിയിൽ നിങ്ങളൊരു ബാലൻസ് സൃഷ്ടിക്കുന്നു. ഒരു ഭാഗത്ത് നെഗറ്റീവ് ഊർജം വിടുന്നു, മറ്റൊരു ഭാഗത്ത് പോസിറ്റീവ് ഊർജം സ്വീകരിക്കുന്നു. ഇത് തന്നെയാണ് ജീവിതത്തിലെ ഹാർമണി. ഇത് തുടരുമ്പോൾ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം കൂടി ശ്രദ്ധിക്കാം. ചില ദിവസങ്ങളിൽ വെള്ളത്തിൽ കൂടുതൽ മാറ്റങ്ങൾ കാണാം, ചില ദിവസങ്ങളിൽ ഒന്നും കാണില്ല. ഇത് നിങ്ങളുടെ ആ ദിവസത്തെ മാനസിക അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കും എന്ന് ചിലർ വിശ്വസിക്കുന്നു. നിങ്ങൾ കൂടുതൽ സ്ട്രെസ്സായ ദിവസങ്ങളിൽ വെള്ളത്തിൽ കൂടുതൽ മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു ഇൻട്രോസ്പെക്ഷൻ ടൂളായി നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഇന്ന് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഈ രീതിയെ നിങ്ങളൊരു ഹാബിറ്റായി മാറ്റുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്പെഷ്യൽ മൊമെന്റായി മാറും. നിങ്ങൾ ആ സമയം കാത്തിരിക്കും, കാരണം അത് നിങ്ങളുടെ പീസ് ടൈമാണ്, സമാധാനത്തിന്റെ നിമിഷം. ഇപ്പോൾ നമ്മൾ ഈ രീതിയുടെ പ്രാക്ടിക്കൽ സൈഡ് നോക്കാം. ഇത് ചെയ്യുന്നത് കൊണ്ട് ശരിക്കും എന്താണ് മാറുന്നത്? ഇത് വെറും ആത്മീയ വിശ്വാസമോ അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ ഉപയോഗമുള്ളതോ? സത്യത്തിൽ ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നതാണ്. നിങ്ങൾ കൂടുതൽ കാമാകുന്നു, കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നു, കൂടുതൽ പോസിറ്റീവ് ആകുന്നു. ഇത് നേരിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെ ബാധിക്കുന്നു. ഉദാഹരണത്തിന്, സാമ്പത്തിക പ്രശ്നങ്ങൾ എടുത്താൽ ഒരാൾ ടെൻഷനിലാണെങ്കിൽ അവൻ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. എന്നാൽ കാമായ ഒരാൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും. അതിനാൽ അവൻ ബെറ്റർ ചോയ്സസ് എടുക്കും. ഇതാണ് സ്ലോലി സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയാൻ സഹായിക്കുന്നത്.
അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളാണ്. നിങ്ങൾ കാമായിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പേഷ്യൻ്റ്ലി സംസാരിക്കും, ക്ഷമയോടെ സംസാരിക്കും, കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്ട്സ് കുറയും. ഈ രീതിയെ 21 ദിവസം തുടർച്ചയായി ചെയ്യാൻ പറയുന്നത് ഇതൊരു ഡീപ്പ് ഹാബിറ്റ് ആക്കാനാണ്. എന്നാൽ 21 ദിവസം കഴിഞ്ഞ് ഇത് നിർത്തേണ്ടതില്ല. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇതൊരു ലൈഫ് ലോങ് പ്രാക്ടീസ് ആക്കാം. ഇതൊരു ചെറിയ കാര്യമാണ്, പക്ഷെ കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ പവർ. നിങ്ങൾ ദിവസവും ചെറിയൊരു സ്റ്റെപ്പ് എടുത്താൽ അത് വലിയ മാറ്റമായി മാറും. അതുപോലെ തന്നെ ആർത്തവ സമയത്ത് ചെയ്യുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ കംഫേർട്ടാണ്. നിങ്ങൾ മെൻ്റലി കംഫർട്ടബിൾ ആണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ബ്രേക്ക് എടുത്ത് പിന്നീട് തുടരുമോ എന്നത് നിങ്ങളുടെ ചോയ്സാണ്. അല്ലാതെ ആർത്തവം എന്നത് ഈ ഒരു കർമ്മം നിർവഹിക്കുന്നതിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല. ഇതൊരു ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് സ്ലോലി പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഞാൻ പറയാനുള്ള ഒരു ചെറിയ ചാലഞ്ച് ഉണ്ട്. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ഈ പ്രാക്ടീസ് തുടങ്ങുക. 21 ദിവസം തുടർച്ചയായി ചെയ്യുക. ഒരു ദിവസവും സ്കിപ്പ് ചെയ്യരുത്. അതിനൊപ്പം നിങ്ങളുടെ ചേഞ്ചസ് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മൈൻഡ് കാം ആകുന്നുണ്ടോ? നിങ്ങളുടെ റിയാക്ഷൻസ് മാറുന്നുണ്ടോ? ഇതെല്ലാം ശ്രദ്ധിക്കുക. 21 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഒരു ആൻസർ കിട്ടും. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ജീവിതം മാറ്റാൻ വലിയ കാര്യങ്ങൾ വേണ്ട. ചിലപ്പോൾ ഒരു ചെറിയ ശീലം മതി. ഒരു ഗ്ലാസ് വെള്ളം, ഒരു ചെറിയ പ്രാർത്ഥന, എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. നിങ്ങളിൽ 21 ദിവസത്തിന് ശേഷം മാറ്റം സംഭവിച്ചാൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കണം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എന്നെന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.